തമിഴിൽ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച റൂട്ട് നമ്പർ 17 എന്ന ചിത്രം പ്രദർശനത്തിലെത്തി. ത്രില്ലർ സ്വഭാവത്തിലുള്ള ഈ ചിത്രം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമെന്നാണ് അണിയർ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. സംഗീത സംവിധാനത്തിലും പശ്ചാത്തല സംഗീതത്തിലും 50 വിജയകരമായ വർഷങ്ങൾ പൂർത്തിയാക്കിയ പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ തമിഴിൽ ആദ്യമായി സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ച ത്രില്ലർ ചിത്രമാണ് ഇപ്പോൾ പ്രദർശനത്തിനെത്തിയിരിക്കുന്ന റൂട്ട് നമ്പർ 17. കൊച്ചിയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തമിഴിലെ തന്റെ ആദ്യ സംരംഭത്തെക്കുറിച്ചും ചിത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഔസേപ്പച്ചൻ വാചാലനായി. അഭിലാഷ് ജി ദേവൻ, അതേപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അമർ രാമചന്ദ്രൻ, ആ ഒരു കൂട്ടായ്മയിൽ നിന്നൊരു പടം തമിഴ് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ എനിക്കും മലയാളിയായ എനിക്ക് അതിൽ ചെയ്യാൻ എനിക്കൊരു സന്തോഷം തോന്നി. അങ്ങനെ വളരെ പാഷനേറ്റ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടുമാണ് ഞാൻ ഈ സിനിമയിലേക്ക് കയറുന്നത്. ആ കയറിയത് എനിക്ക് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. വളരെ നല്ല പാട്ടുകൾ, 3 പാട്ടുകൾ അതിലുണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. അഭിലാഷ് ജി ദേവൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത റൂട്ട് നമ്പർ 17 പുതുനിര അഭിനേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള ത്രില്ലറാണ്. പ്രേക്ഷക പ്രീതി നേടിയതോടെ കൂടുതൽ പ്രദർശന സമയങ്ങളും റിലീസിംഗ് കേന്ദ്രങ്ങളുമായി ചിത്രം മുന്നേറുകയാണെന്ന് സംവിധായകൻ പറഞ്ഞു. നമ്മൾ ഒരു സ്ഥലത്ത് ലോക്കായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഓരോ സെക്കൻഡും ഇവർ രക്ഷപ്പെടുമോ പെടില്ലയോ എന്നുള്ള ചിന്തയിലൂടെ ഓരോ പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. ലോകത്തെ എല്ലാ ത്രില്ലർക്കും ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ത്രില്ലടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ത്രില്ലടിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ആ ഒരു ത്രില്ല് ഉണ്ടാവും തോന്നുന്നു. മൂവി മാർക്ക് റിലീസ് കേരളത്തിൽ പ്രദർശനത്തിനെത്തിച്ച ചിത്രത്തിന്റെ നിർമ്മാതാവ് ഡോക്ടർ അമർ രാമചന്ദ്രനും ഛായാഗ്രാഹകൻ പ്രശാന്ത് പ്രണവുമാണ്. ജിത്തൻ രമേശ്, അരുവി മഥൻ, ഹരീഷ് പേരടി, അഖിൽ പ്രഭാകർ, ഡോക്ടർ അമർ രാമചന്ദ്രൻ, മാസ്റ്റർ നിഹാൽ അമർ, അഞ്ജു പാണ്ഡ്യ, ജെനിഫർ മാത്യു, ടൈറ്റസ് എബ്രഹാം, ഫ്രോളിക് ജോർജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. യുഗഭാരതി, കു കാർത്തിക്, സെന്തമിഴ് ദാസൻ എന്നിവരുടെ വരികൾക്കാണ് ഔസേപ്പച്ചൻ സംഗീതം നൽകിയിരിക്കുന്നത്. ശ്വേത മോഹൻ, ഒഫ്രോ, റിത ത്യാഗരാജൻ, ദേവു മാത്യു എന്നിവരാണ് ഗായകർ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.